കേരള മനസാക്ഷിയെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ ഒരു മരണമായിരുന്നു കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണം. ഇപ്പോൾ ഈ കേസ് ഒരു നിയമ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ഇപ്പോഴത്തെ സർക്കാർ ഈ കേസ് CBIക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. എന്നാലും പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിൽ അട്ടിമറി നടന്നിട്ടുണ്ട്, അട്ടിമറിക്ക് സാധ്യത കൂടുതലാണ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നവീൻ ബാബുവിന്റെ മരണമാണ്. ഹൃദയ, കേരളത്തില് വളരെ ചർച്ചയായ ഒരു വാർത്തയാണ് നവീൻ ബാബുവിന്റെ മരണം. അതായത് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറയുന്നുണ്ട്. കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിക്കപ്പെട്ട് മനസ്സ് വിഷമിച്ച് ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് എന്താണ് സംഭവം, അതിന്റെ തുടക്കം എന്നൊന്ന് നോക്കാം. ഈ കേസ് ആരംഭിക്കുന്നത് 2024 ഒക്ടോബർ 14 അന്നായിരുന്നു നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങ് നടത്തിയിരുന്നത്. ആ ഒരു വേദിയിൽ അന്നത്തെ കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യ ക്ഷണിക്കാതെ ആ ഒരു വേദിയിലേക്ക് വരികയും നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചു എന്ന ആരോപണത്തിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്തു ആ ഒരു വേദിയിൽ വെച്ച്. എനിക്ക് തോന്നുന്നു ദിവ്യയെ സംസാരിക്കാനായിട്ട് ആരും ക്ഷണിച്ചിരുന്നില്ല. ആ ഒരു വേദിയിലെ സഹപ്രവർത്തകരെ മാത്രമായിരുന്നു ക്ഷണിച്ചിരുന്നത്. അതായത് ക്ഷണിക്കാതെയാണ് PP ദിവ്യ ഈ ഒരു വേദിയിലേക്ക് വരികയും നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചു എന്ന രീതിയിൽ ആ വേദിയിൽ വെച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം എനിക്ക് തോന്നുന്നു ഹൃദയ, ഇതൊരു പ്ലാൻഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. അന്നത്തെ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു അവരൊരു ക്യാമറാമാനെയൊക്കെ കൂട്ടിയാണ് വന്നത്. അതെ, ക്യാമറാമാനെ കൂട്ടിയിട്ടായിരുന്നു വന്നത് എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിൽ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ട് എന്ന് തന്നെ ആരോപണങ്ങളാണ് ആ ഒരു സമയങ്ങളിൽ പുറത്തു വരുന്നത്. ഹൃദയ, അപ്പോൾ ഈ ദിവ്യ കൈക്കൂലി വാങ്ങിയെന്ന് പറയാൻ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുമല്ലോ, അതെന്താണ്? എന്ത് കേസാണ്? ദിവ്യയുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത്, അത് മറ്റാരെങ്കിലുമായി ബന്ധപ്പെട്ടാണോ? അതായത് ഈ കേസിന് ആസ്പദമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നതെന്ന് പറയുന്നത്, ഈ ഒരു സംഭവം നടന്നതിന് ശേഷം 1 വർഷമോ അല്ലെ 6 മാസത്തിനോ ഇടയിലായിട്ട് ഈ ഒരു പരാതിക്കാരന്റെ പേര് പ്രശാന്ത് എന്നാണ്. ഇദ്ദേഹം പെട്രോൾ പമ്പ് അനുമതിക്കായിട്ട് നവീൻ ബാബുവിനെ സമീപിച്ചിരുന്നു. ഇദ്ദേഹം ഒരു പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു ജീവനക്കാരനാണ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു പ്രശാന്ത്. അപ്പോൾ ഇദ്ദേഹം ഒരു സാധാരണക്കാരനാണ് എന്ന നിലയിൽ ഇദ്ദേഹത്തിന് ഇത്രയും വലിയൊരു തുക എങ്ങനെ വന്നു എന്നൊരു കാര്യം ഇവിടെ ചോദിച്ചിനായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനുശേഷം പരാതിക്കാരൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയായിരുന്നു. അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചു എന്ന് ആരോപിച്ചായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് PP ദിവ്യ ആ ഒരു യാത്രയയപ്പ് ചടങ്ങിലെത്തിയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് നവീൻ ബാബു കിട്ടിയ സമ്മാനങ്ങളൊന്നും എടുക്കാതെ തന്നെയാണ് പോയത്. അതെ, ആ ഒരു വേദിയിൽ ആ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ ഭയങ്കര വൈറലായിരുന്നു. അതായത് ഈ PP ദിവ്യയുടെ ഈ ഒരു അധിക്ഷേപ പ്രസംഗത്തിന് ശേഷം എല്ലാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇത് പ്രചരിച്ചിരുന്നു. അവര് മനോവിഷമത്തിലായിരിക്കണം നവീൻ ബാബു അന്ന് അവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. അന്ന് ദിവ്യക്കെതിരെ ആരോപണങ്ങൾ മാത്രമായിരുന്നില്ല, കേസ് എടുക്കുന്ന ഒരു അവസ്ഥ വരെ വന്നു. 1-ാം പ്രതിയാണെന്ന് തോന്നുന്നു. അതെ, ഈ ദൃശ്യം മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിച്ച സമയത്ത് PP ദിവ്യക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം എന്ന രീതിയിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ദിവ്യ തന്റെ സ്ഥാനം രാജിവെക്കുകയും ആ ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്തു. ഈ കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നുണ്ട്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളോ തെളിവുകളോ ഉണ്ടായിരുന്നോ? അതായത് ഈ ഒരു കേസിൽ 2 അട്ടിമറി സാധ്യത കൂടെ പറയുന്നുണ്ട്. അതായത് ഈ പെട്രോൾ പമ്പിന്റെ അനുമതിക്കായിട്ട് നവീൻ ബാബുവിനെ സമീപിച്ച സമയത്ത് തന്നെ അവിടെ തഹസിൽദാർക്ക് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് പങ്കാളിത്ത കരാർ എന്നതാണ് അതിന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പങ്കാളിത്ത കരാറ് കളക്ടറുടെ ഇതിൽ ഉണ്ടായിരുന്നു എന്ന് ആദ്യം പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ ഒരു കേസ് ശക്തി പ്രാപിക്കുകയും ഈ ഒരു കേസിന്റെ തുടരന്വേഷണം നടക്കുന്ന സമയത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ആയി എന്ന രീതിയിൽ ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്നെന്ന് പറയുന്നത് PP ദിവ്യയുടെ ഫോൺ കോളുകൾ പൂർണ്ണമായും ലഭിക്കില്ല എന്ന് തലശ്ശേരി കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് പ്രോസിക്യൂഷൻ തലശ്ശേരി കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊരു കേസ് നടക്കുമ്പോഴും അതിൽ വ്യക്തമായ ഒരു തെളിവായിട്ട് നമുക്ക് നിൽക്കുന്നതാണ് നമ്മുടെ ഫോൺ കോളുകൾ എന്ന് പറയുന്നത്. അങ്ങനെ പൂർണ്ണമായും ഈ ഒരു ഫോൺ കോളുകൾ ലഭിക്കില്ല എന്നൊരു കാരണം വരുന്നത് കൊണ്ട് തന്നെ ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചന നടത്തിയോ അല്ലെങ്കിൽ ആസൂത്രണം നീക്കം നടത്തിയോ ദുരൂഹത എത്രത്തോളം ഉയരുന്നത് എന്നത് നമുക്ക് കൃത്യമായി ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു നവീൻ ബാബുവിന്റെ മകൾക്ക് നിയമനം കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു കേസ് ആദ്യം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഇതിൽ തൃപ്തികരമല്ല എന്ന രീതിയിലായിരുന്നു. അതിന് ഒരുപാട് തവണ ഇവർ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുതിയ സർക്കാർ ചുമതലയേറ്റതോടെ ഈ ഒരു കേസിൽ CBI അന്വേഷണം ആവശ്യമാണ് എന്ന രീതിയിലാണ് ഈ ഒരു കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ മകൾക്ക് ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും
എതിർപ്പുകൾ വല്ലതും വന്നിട്ടുണ്ടോ ഈ ദിവ്യയുടെ ഭാഗത്ത് നിന്ന്? അങ്ങനെയുള്ളതൊന്നും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു സർക്കാർ ആശ്രിത നിയമനം എന്ന രീതിയിൽ മകൾക്ക് ജോലി നൽകാം എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ CBI അന്വേഷണം കൂടെ ഇവിടെ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഇവിടെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ് അവശേഷിച്ച് നിൽക്കുന്നത്. ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വ്യക്തമായി ലഭിക്കും എന്നാണ് ഇനിയിപ്പം CBI അന്വേഷണം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ടോ, അതിൽ ഒരു പ്രതി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിൽ പ്രതി ചേരാൻ സാധ്യതയുണ്ടോ, എന്താണ് ഇതിന് വ്യക്തമായിട്ടുള്ള കാരണം, പെട്രോൾ പമ്പ് ആരംഭിക്കാൻ പ്രശാന്തിന് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ ഈ ഒരു കേസ് CBIക്ക് അന്വേഷിക്കാനുള്ള ചുമതല നൽകിയതോടൊപ്പം തന്നെ ഈ ഒരു കുടുംബത്തിന് നീതി ലഭിക്കും എന്ന കാര്യം ഇവിടെ ഉറപ്പാണ്.